നമസ്കാരം. ജ്യോതിഷപ്രകാരം സംഭവിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. നവംബർ 29 എന്ന ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം നവംബർ 29-നാണ് ബുധൻ വക്രഗതിയിലുള്ള സഞ്ചാരം ആരംഭിക്കുന്നത്. 13 ദിവസമാണ് ബുധൻ ഇതേ അവസ്ഥയിൽ തുടരുന്നത്. ശേഷം ഡിസംബർ അവസാനത്തോടെ ബുധന്റെ അസ്തമനമാണ് സംഭവിക്കുക. ബുധന്റെ വക്രഗതിയിലുള്ള സഞ്ചാരം ചില നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ കൊണ്ടുവരും എന്ന് തന്നെ പരാമർശിക്കാം. ഈ സമയം പല വിധത്തിലുള്ള നേട്ടങ്ങളാണ് ഇവരെ തേടിയെത്തുക. പ്രധാനമായും പലവിധ സ്വപ്നങ്ങൾ പൂവണിയുന്നതായ സമയമാണ്. ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം എന്ന് തന്നെ പരാമർശിക്കാം. ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ കടന്ന് വന്നു എന്ന് വരാം. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ തർക്കങ്ങൾ പോലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. കൂടാതെ ഈ സമയം ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഭാഗ്യം കടാക്ഷിക്കുന്ന സമയം കൂടിയാണ് ഇത്. ഭാഗ്യദേവത തുണയ്ക്കും എന്ന് തന്നെ പരാമർശിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഐക്യം വന്ന് ചേരുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങളുടെ മനസ്സിലുള്ള പല ആഗ്രഹങ്ങളും നടക്കാനുള്ള വഴികൾ തെളിയും. പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പുതിയ ജോലി ലഭിക്കുകയോ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉയർച്ച വന്നു ചേരുകയോ സംഭവിക്കാം. ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, വിശാഖം, ചോതി നക്ഷത്രക്കാരാകുന്നു.